സ്വദേശാഭിമാനത്തിനും വിശ്വാസ സംരക്ഷണത്തിനുമായി പോരാടി വീരചരമം പ്രാപിച്ച 17 ശുഹദാക്കളെ അടക്കിയ രാമന്തളി ജുമാ മസ്ജിദിൽ ഈ വർഷത്തെ 17 ശുഹദാ മഖാമുറൂസിന് തുടക്കമായി. വിദേശാധിപത്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ച് വീരമൃത്യു വരിച്ചവരുടെ പവിത്ര സ്മരണകളിരമ്പുന്ന രാമന്തളി ജുമാ മസ്ജിദ് അങ്കണം ഇനി പ്രാർത്ഥനാ നിർഭരമായ 5 നാളുകൾക്ക് സാക്ഷ്യം വഹിക്കും. നമ്മുടെ നാടിൻ്റെ അഭിമാനവും നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയൊക്കെ ആത്മീയമായ വെളിച്ചവുമായ ഏകദേശം 5 നൂറ്റാണ്ടോളമായി ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ് രാമന്തളി 17 ശുഹദാ മഖാം. 5 നൂറ്റാണ്ട് മുമ്പ്, 500 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ 1400കളുടെ അവസാന സമയത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് ഏകദേശം ഏഴിമലയുടെ ഈ പ്രദേശത്ത് അവർ കേന്ദ്രമാക്കി താമസിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട നിരപരാധികളായ ചെറുപ്പക്കാരെ, കുടുംബത്തെ, സ്ത്രീകളടക്കമുള്ള എല്ലാവരെയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ ഉണ്ടായ രാമന്തളിയിലുള്ള യുദ്ധം നടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 17 ചെറുപ്പക്കാർ, രാമന്തളിക്കാരായ 17 ചെറുപ്പക്കാർ തൻ്റെ കുടുംബക്കാരെയും ഭാര്യമാരെയും മക്കളെയൊക്കെ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റിയിട്ട് ക്രൂരന്മാരായ പോർച്ചുഗീസുകാർക്കെതിരെ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ നാട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോട് യുദ്ധം ചെയ്യുകയും ആ 17 ആളുകളും രക്തസാക്ഷികളാവുകയും ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങനെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായി വൈദേശികാധിപത്യമായി കടന്നു വന്ന പോർച്ചുഗീസുകാരാണുള്ളത്. അവർക്കെതിരെ നടന്ന ആദ്യത്തെ യുദ്ധം എന്നുള്ള രീതിയിൽ ഇത് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിളായിട്ട്, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് ഇതിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഔദ്യോഗികമായ രേഖകളിലൊന്നും അങ്ങനെയല്ല എങ്കിലും ചരിത്രകാരന്മാരൊക്കെ രാമന്തളി യുദ്ധത്തെ, 17 ശുഹദാക്കൾ രക്തസാക്ഷികളായ യുദ്ധത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അന്നു മുതൽ 500 വർഷത്തോളമായി ഇന്ന് വരെ ഈ ഒരു നാടിൻ്റെ, അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു ആത്മീയമായ ഒരു നായകത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കേന്ദ്രമാണ്. എല്ലാ വർഷവും ഇതുപോലെ വളരെ വിപുലമായിട്ട് നമ്മൾ ഉറൂസ് സംഘടിപ്പിക്കുന്നുണ്ട്. നാടിൻ്റെ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ നാടിൻ്റെ ഐക്യവും അതുപോലെ തന്നെ നാടിൻ്റെ ജനകീയതയുമൊക്കെ വിളിച്ചോതുന്ന ഒരു പ്രതീകമായിട്ട് വർഷങ്ങളോളമായി ഈ ഒരു ഉറൂസ് വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.